കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ സ്വയം വിമർശനം പതിവാണ്. നിശ്ചിത സമയം ഇടവിട്ടുള്ള സമ്മേളനങ്ങളിലാണ് സാധാരണഗതിയിൽ ഇത് സംഭവിക്കുക. അതിനെ തുടർന്ന് തെറ്റുതിരുത്തൽ പ്രക്രിയയും ഉണ്ടാവും. അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ നടക്കും. പക്ഷെ പ്രായോഗികമായിട്ട് ഇത് നടക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പാർട്ടി ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു നയം തെറ്റായിരുന്നു, അത് ആവർത്തിക്കുന്നു. ചെയ്തത് അല്ലെങ്കിൽ സംഭവിച്ചത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് വളരെ കഴിഞ്ഞിട്ടാണ്, ഏറെക്കാലം കഴിഞ്ഞിട്ടാണ്. പിന്നീട് അത് തിരുത്തിയിട്ട് വലിയ പ്രയോജനമോ കാര്യമോ ഇല്ല. ഒരു ഉദാഹരണം, നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ രംഗം നോക്കുക. നമ്മുടെ വ്യവസായ മേഖല പിന്നോട്ടടിച്ചു പോയി, മുരടിച്ചു പോയി. വ്യവസായികൾ സംസ്ഥാനം വിട്ടുപോയി. ആരും നമ്മുടെ കേരളത്തിലേക്ക് നിക്ഷേപവുമായി വരാൻ തയ്യാറായില്ല. ഇതെന്തുകൊണ്ടായിരുന്നു? CPM-ഉം അവരുടെ തൊഴിലാളി സംഘടനയായ CITU-വും സ്വീകരിച്ച നശീകരണാത്മകമായ നയസമീപനങ്ങൾ, അല്ലെങ്കിൽ വിധ്വംസകപരമായ സമീപനങ്ങൾ. അതിനെ തുടർന്നാണ്, അല്ലെങ്കിൽ അതുമൂലമാണ് നമ്മുടെ വ്യവസായ രംഗം ഇങ്ങനെ തകർന്നു പോയത്. ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോയി, അല്ലെങ്കിൽ കാലം മാറുന്നതനുസരിച്ച് നമ്മളും മാറേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPM-ഓ സംസ്ഥാന സർക്കാരോ പിണറായി വിജയനോ P രാജീവോ വന്നിട്ട് ഒരു കാര്യവുമില്ല, ഒരു പ്രയോജനവുമില്ല. ഇപ്പോൾ കൊല്ലത്ത് പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുകയാണല്ലോ. അവിടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അവതരിപ്പിച്ച ഒരു പ്രവർത്തന റിപ്പോർട്ടുണ്ട്. അതിലെ പാർട്ടി പ്രവർത്തനത്തെക്കുറിച്ച്, പ്രവർത്തകരെക്കുറിച്ചൊക്കെ വളരെ വിശദമായ പരാമർശങ്ങളുണ്ട്. കേരളത്തിലെ CPM പ്രവർത്തകര്, അവരുടെ രീതികൾ എത്ര ജീർണിച്ചുപോയി, എത്രത്തോളം അഴിമതിക്കാരാണ്, എങ്ങനെയാണ് അവർ കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നത്, ഇത് സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പാർട്ടി സെക്രട്ടറി തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയുടെ റിപ്പോർട്ടിനേക്കാൾ വളരെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന മറ്റൊരു റിപ്പോർട്ട്, അല്ലെങ്കിൽ മറ്റൊരു രേഖ നമ്മുടെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. നവകേരളത്തിലേക്കുള്ള പുതുവഴികൾ എന്നോ മറ്റുമാണ് അതിന്റെ പേര്. അതിലെന്താണ് പറയുന്നത്? ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ അനുമതിയോടുകൂടി തന്നെ കേരളത്തിന്റെ മേൽ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ മേൽ സാമ്പത്തികമായ അധിക ഭാരം അടിച്ചേൽപ്പിക്കാനുള്ള തീരുമാനം അല്ലെങ്കിൽ ആലോചന, അതാണ് നമ്മുടെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിലുള്ളത്. എത്രയോ ഭയാനകമാണത്. പാർട്ടി അംഗങ്ങൾ അവരുടെ ജീർണത, അവരെ ജീർണിക്കുകയോ ചിതറിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ, അതൊക്കെ പാർട്ടി കാര്യമാണ്, അത് നേതാക്കൾ നോക്കിക്കൊള്ളും. പക്ഷെ ഇവിടെ അതല്ല. സ്വതവേ ഇഴഞ്ഞും കിതച്ചും നീങ്ങുന്ന കേരളത്തിലെ സാധാരണ മനുഷ്യന്മാരുടെ മേല് അധിക സാമ്പത്തിക ഭാരം, പുതിയ ഫീസുകൾ, പുതിയ നികുതികൾ, പുതിയ ചാർജുകൾ, ഇതൊക്കെ ചുമത്തുന്നതിനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സർക്കാരിന് ഇനി 1-1.25 വർഷം മാത്രം ബാക്കിയിരിക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര അത്ഭുതകരമായൊരു സമീപനമാണ് പാർട്ടി ഇക്കാര്യത്തിൽ എടുത്തത് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പാർട്ടി കാര്യത്തെക്കാൾ സർക്കാരിന്റെ കാര്യങ്ങൾ കൂടുതൽ സമയമെടുത്ത് ചർച്ച ചെയ്യുക എന്ന രീതി കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലാണ് തുടങ്ങിയത്. അതിന് പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ഇത് പാർട്ടിയുടെ മെച്ചപ്പെടൽ, അല്ലെങ്കിൽ പാർട്ടിയുടെ വളർച്ച, അതിനപ്പുറത്തേക്ക് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണിയെ വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉപകരണമായി പാർട്ടിയെ മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അത്. കഴിഞ്ഞ സമ്മേളനത്തില് നവകേരളം സംബന്ധിച്ച പാർട്ടിയുടെ കാഴ്ചപ്പാട് അത് മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. ഇത്തവണ പുതുവഴികൾ, നവകേരളത്തിന്റെ പുതുവഴികൾ, അതും മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. അത് സമ്മേളനത്തിൽ കൊണ്ടുവന്ന മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ പാർട്ടിയിലും ഭരണത്തിലും ഏകഛത്രാധിപതിയായിരിക്കുന്ന പിണറായി വിജയൻ തന്നെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ റിപ്പോർട്ടിനേക്കാൾ, പാർട്ടിയുടെ സംഘടനാപരമായ റിപ്പോർട്ടിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇതിന് കിട്ടുക വളരെ സ്വാഭാവികമാണ്. എല്ലാവരും മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ടിന് പിന്നാലെ പോകും. ഈ സമ്മേളനത്തിലും സംശയം വേണ്ടാതെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പുറത്തു വന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഈ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖയില്, അല്ലെങ്കിൽ ഈ രേഖയ്ക്ക് 3 ഫോക്കസ് ആണ് ഉള്ളത്. ഒന്നാമത്, കേരളത്തിലെ ജനങ്ങളുടെ മേൽ പുതിയ ഫീസുകൾ, പുതിയ നികുതികൾ, പുതിയ സെസ്സുകൾ എന്നിവ ചുമത്തുക. അങ്ങനെ സർക്കാരിന്റെ ധൂർത്തിന് പണം കണ്ടെത്തുക. രണ്ടാമത്തേത്, കേരളത്തെ സ്വകാര്യ നിക്ഷേപകർക്ക് മുമ്പിൽ, അല്ലെങ്കിൽ സ്വകാര്യ വ്യവസായികൾക്ക് മുമ്പിൽ മലർക്കെ തുറന്നിടുക. മൂന്നാമത്, ക്ഷേമ പ്രവർത്തനങ്ങളാണ്. അതായത് സ്ത്രീകൾക്ക് കൂടുതൽ സൗജന്യങ്ങൾ നൽകുന്നു, വീട്ടമ്മമാർക്ക് പെൻഷൻ വരുന്നു, ആദിവാസി മേഖലയിലെയും തീരപ്രദേശത്തെയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പുതിയ പരിപാടികൾ, അങ്ങനെ ധാരാളം പരിപാടികൾ. അപ്പൊ ഈ പ്രസംഗം, അല്ലെങ്കിൽ ഈ പ്രസംഗത്തെ കുറിച്ചുള്ള വിവരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് 3 ചിത്രങ്ങൾ മനസ്സിലേക്ക് വരും. ഒന്ന്,
ധനകാര്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബജറ്റാ. അതില് നമ്മൾ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പുതിയ ധനാഗമ മാർഗങ്ങളെ കുറിച്ചുള്ളതാണ്. അവിടെയാണ് പുതിയ നികുതികൾ ചുമത്തുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ ചില നികുതി ഇളവുകൾ അനുവദിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ധനകാര്യമന്ത്രി പറയുക. രണ്ടാമത്, എല്ലാ വർഷത്തിന്റെയും തുടക്കത്തില് സർക്കാരിന് വേണ്ടി ഗവർണർ നിയമസഭയിൽ നടത്തുന്ന നയപ്രഖ്യാപന പ്രസംഗം. അവിടെ സർക്കാരിന്റെ നയമാണ് ഗവർണർ പറയുക. എന്തൊക്കെയാണ് ഈ സർക്കാർ ഈ വർഷം ചെയ്യാൻ പോകുന്നത് എന്നതിന്റെ ഒരു സംക്ഷിപ്ത രൂപമായിരിക്കും ഈ പ്രസംഗം. മൂന്നാമത്, ആഗോള നിക്ഷേപകരുടെ ഒരു സമ്മേളനത്തിൽ കേരളം അവർക്ക് നൽകാൻ പോകുന്ന സൗജന്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സൗകര്യങ്ങളെക്കുറിച്ച് നിക്ഷേപകരോട് സംസാരിക്കുന്ന മുഖ്യമന്ത്രി. ഈ 3 ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഈ പാർട്ടി സമ്മേളനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച രേഖയെക്കുറിച്ച് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റിനെ കുറിച്ച് വായിക്കുമ്പോൾ മനസ്സിൽ ഉണ്ടാവുക. ഇവിടെ നമ്മെ ആശങ്കപ്പെടുത്തുന്നത് പുതിയ ഫീസുകൾ അല്ലെങ്കിൽ നികുതി അല്ലെങ്കിൽ പുതിയ ചാർജുകൾ, സെസ്സുകൾ, ഇതൊക്കെ നമ്മുടെ മേൽ, ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തെയാണ്. നിലവിൽ ഇവിടെ നികുതികളുണ്ട്, നമ്മൾ ധാരാളം സെസ്സുകളും ഫീസുകളും ഒക്കെ നൽകുന്നുണ്ട്. അതിന് പുറമെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങളെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിച്ചിട്ട് അവരുടെ മേൽ പുതിയ ഫീസുകൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ സെസ്സുകൾ. ഇപ്പോൾ തന്നെ കിബി റോഡുകളിൽ ടോൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ടോൾ പിരിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുക, അത്തരത്തിലുള്ള പുതിയ ഫീസുകൾ. അതുപോലെ തന്നെ സർക്കാർ നൽകുന്ന ചില സൗജന്യങ്ങൾ, അത് സമ്പന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൽകണോ, അവരെ ഒഴിവാക്കണോ, അത് സംബന്ധിച്ചുള്ള ആലോചനകൾ. വേറൊന്ന്, ഏറെക്കാലമായിട്ട് നികുതിയോ ഫീസോ വർദ്ധിപ്പിക്കാത്ത മേഖലകളിൽ അത് കൂടുതലാക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുക, വലിയ തോതിൽ വർദ്ധിപ്പിക്കുക. അങ്ങനെ അധിക വിഭവ സമാഹരണം നടത്താനുള്ള നിർദ്ദേശങ്ങളാണ് ഈ പാർട്ടി സമ്മേളനത്തിന് മുമ്പിൽ മുഖ്യമന്ത്രി വയ്ക്കുന്നത്. ഇതൊന്നും പാർട്ടി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല, പാർട്ടിയുടെ സമ്മേളനം ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. പാർട്ടിയുടെ മറ്റു ബോഡികൾ, സംസ്ഥാന സമിതി പോലുള്ള വേദികളിൽ ചർച്ച ചെയ്യാവുന്നതാണ്. അതിപ്പോ പതിവിന് വിരുദ്ധമായിട്ട് കഴിഞ്ഞ തവണയുണ്ടായി, ഇപ്പോൾ 2ാം തവണ ഇത്തരം കാര്യങ്ങൾ കൂടി സംസ്ഥാന സമ്മേളനത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഏതു തരത്തിലുള്ള മൂലധന നിക്ഷേപം സ്വീകരിക്കാം എന്നൊരു സമീപനമാണ് ഈ നയരേഖയിൽ കാണുന്നത്. ഏതു തരത്തിലെന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് നിരക്കുന്ന അല്ലെങ്കിൽ ഹാനി വരുത്താത്ത നിക്ഷേപങ്ങൾ. അതാരാ തീരുമാനിക്കുക? അത് CPM തീരുമാനിക്കും, അല്ലെങ്കിൽ പിണറായി വിജയൻ തീരുമാനിക്കും, അല്ലെങ്കിൽ വ്യവസായ മന്ത്രി പി രാജീവ് തീരുമാനിക്കും. നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാനുള്ള ആലോചനയുണ്ട് ഈ രേഖയിൽ, അല്ലെങ്കിൽ നിർദ്ദേശമുണ്ട്. പുനരുദ്ധരിക്കാൻ പറ്റാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് വേണമെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് നൽകുക. ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് PV നരസിംഹറാവുവും അദ്ദേഹത്തിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗും കൂടെ കൊണ്ടുവന്ന പരിഷ്കാരമല്ലേ? അത് ഓർക്കുന്നില്ലേ? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിൽക്കുന്നു, അത് സ്വകാര്യ മേഖലയ്ക്ക് വാങ്ങാം. അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ വരുന്നു. അതിനെ എതിർത്തത് ആരായിരുന്നു? ഏറ്റവും ശക്തമായിട്ട് CPM ആയിരുന്നില്ലേ? പോളിറ്റ് ബ്യൂറോ മുതൽ ബ്രാഞ്ച് കമ്മിറ്റി വരെയുള്ളവർ ഇതിനെതിരായിട്ട് സമരം ചെയ്തില്ലേ? ആ പാർട്ടിയാണ് ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നതിന് തയ്യാറാവുന്നത്. LDF സർക്കാരുകൾ വരുമ്പോൾ അവരിവിടെ അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. സർക്കാരിന്റെ പണം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ നികുതി പണം, നമ്മൾ നികുതിയായി നൽകുന്ന പണം, അത് കൊടുത്തുകൊണ്ട് നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഞങ്ങൾ വീണ്ടും സജീവമാക്കി അല്ലെങ്കിൽ പ്രവർത്തനം പുനരാരംഭിച്ചു എന്ന് പണ്ടൊക്കെ അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്നതാണ് LDF സർക്കാരുകൾ. ഇപ്പോൾ ആ പാർട്ടി, ആ LDFന് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് പുനരുദ്ധരിക്കാൻ സാധ്യമല്ലാത്ത വ്യവസായശാലകൾ വേണമെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്ക് കരാറടിസ്ഥാനത്തിൽ നൽകുന്നതിൽ തെറ്റില്ല എന്ന നയരേഖ ചർച്ച ചെയ്യുന്നത് എന്നാലോചിക്കണം. CPM എത്രത്തോളം മാറിയിരിക്കുന്നു, എങ്ങനെയൊക്കെ മാറിയിരിക്കുന്നു. ഇത്തരം വിഷയങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം പോലും ചർച്ച ചെയ്യുകയാണ്. പാർട്ടി അംഗങ്ങളിൽപ്പെട്ട ചിലരെ കുറിച്ചുള്ള ഗോവിന്ദൻ മാഷിന്റെ പരാമർശങ്ങൾ വാസ്തവത്തിൽ ഏതൊരു CPM പ്രവർത്തകനും ലജ്ജ തോന്നേണ്ടതാ. നാറ്റ കേസുകളാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകര് CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് തുടർഭരണം ലഭിച്ചതോടെ സാമ്പത്തികമായ കാര്യങ്ങളിൽ, പണത്തിന്റെ കാര്യത്തിൽ അത്യാർത്തിയുള്ളവരായി മാറി എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. പ്രവർത്തകർക്ക് ജനങ്ങളുമായി, പൊതു സമൂഹവുമായിട്ടുള്ള ബന്ധം ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു. അവർ അത്യാഗ്രഹികളും അഴിമതിക്കാരുമായിട്ട് മാറുകയാണ്. പാർട്ടിക്ക് വേണ്ടി പിരിവ് നടത്തുമ്പോൾ രസീത് പോലും നൽകാതെ വൻ തുകകൾ സ്ഥാപനങ്ങളിൽ നിന്നും
വ്യക്തികളിൽ നിന്നും വാങ്ങുന്നു. അത് റിപ്പോർട്ടിൽ പറയുന്നതാ. അപ്പൊ ഈ പണം പിന്നെ എവിടെയാ പോകുന്നത്? ഏതായാലും രസീതില്ലെങ്കിൽ പിന്നെ പാർട്ടി ഫണ്ടിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമല്ല. ഇതൊക്കെ പാർട്ടിക്കാരുടെ പോക്കറ്റുകളിലേക്ക് പോകുന്നു. ആ ഒരു ചിത്രമാണ് ഇവിടെ MV ഗോവിന്ദൻ മാഷ് വരച്ചു കാട്ടുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ ശുദ്ധിയോ സുതാര്യതയോ അല്ലെ സൂക്ഷ്മതയോ ഇല്ലാതായിരിക്കുന്നു. അങ്ങനെ വേണമെന്ന പാർട്ടി നിർദ്ദേശം കാറ്റിൽ പറത്തപ്പെടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റിപ്പോർട്ടിൽ പറയുന്നത്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളില്, തർക്ക വിഷയങ്ങളില് പാർട്ടിയുടെ നേതാക്കള് മധ്യസ്ഥന്മാരായിട്ട് ഇടപെടുന്നു. എന്നിട്ടത് തീർത്തു കൊടുക്കുന്നു, ആ തർക്കം അവസാനിപ്പിച്ചു കൊടുക്കുന്നു. അതിന് വലിയ തോതിലുള്ള മധ്യസ്ഥ പണം ഈടാക്കുന്നു. ആലോചിച്ച് നോക്കണം, CPM-നെ പോലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകര് അല്ലെങ്കിൽ താഴേക്കടയിലുള്ള നേതാക്കള് മധ്യസ്ഥന്മാര് ചമഞ്ഞിട്ട് പണം നേടുന്നതിനെ കുറിച്ചുള്ള പരാമർശം പാർട്ടി സെക്രട്ടറി തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ നടത്തുകയാ. എന്താ ഒരവസ്ഥ? പാർട്ടി വീണ്ടും അല്ലെങ്കിൽ LDF വീണ്ടും അധികാരത്തിൽ വന്നോടെ പണമുണ്ടാക്കാനുള്ള ആർത്തി അംഗങ്ങൾക്കിടയിൽ വർദ്ധിച്ചു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ റിയൽ എസ്റ്റേറ്റിൽ പണം മുടക്കുന്നവര് അല്ലെങ്കിൽ സമയം ചെലവഴിക്കുന്നവര് പാർട്ടിയിലേറെയാണ്. അതിൽ നേതാക്കന്മാർ പോലും ഉണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കണക്കിൽപ്പെടാത്ത പണം ഉപയോഗിച്ച് കൂട്ടുകച്ചവടം നടത്തുന്നവര് പാർട്ടി അംഗങ്ങൾക്കും നേതാക്കൾക്കും ഇടയിലുണ്ട്. പാർട്ടിയിലെ ഓരോരുത്തരുടെയും വരുമാന സ്രോതസ്സുകളെ പറ്റി അതാത് പ്രദേശ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് വരുമാനത്തിൽ കവിഞ്ഞുള്ള സ്വത്താണ് ഇപ്പോൾ പല നേതാക്കളും പ്രവർത്തകരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി അംഗങ്ങളടങ്ങുന്ന കൊട്ടേഷൻ സംഘങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കി. കാശ് വാങ്ങി മറ്റുള്ളവരെ കൊല്ലുക, അല്ലെങ്കിൽ കൈവെട്ടുക, കാലുവെട്ടുക, അല്ലെങ്കിൽ അവരെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങളെ നടപ്പാക്കി കൊടുക്കുക, അതൊക്കെ ചെയ്യുന്ന കൊട്ടേഷൻ സംഘങ്ങൾ, അതിൽ പാർട്ടി അംഗങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് ഗോവിന്ദൻ മാഷ് പറയുന്നു, റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു കുറ്റസമ്മതം നമ്മുടെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടതാ. പാർട്ടി നേതാക്കളും പ്രവർത്തകരും അംഗങ്ങളും സഹകരണ ബാങ്കുകളിൽ നിന്ന് വൻതോതില് പണം വായ്പയായിട്ട് വാങ്ങുന്നു, എന്നിട്ട് തിരിച്ചടയ്ക്കുന്നില്ല. സ്വന്തമായി വാങ്ങുന്നത് കൂടാതെ മറ്റുള്ള ആളുകൾക്ക്, ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വായ്പകൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നു. അതൊന്നും തിരിച്ചടയ്ക്കുന്നില്ല. സഹകരണ ബാങ്കിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കരുവന്നൂർ പോലെയുള്ള ബാങ്കുകളിൽ നടന്ന കോടാനുകോടി രൂപയുടെ തട്ടിപ്പിന്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ CPM പ്രവർത്തകർ സഹകരണ ബാങ്കുകളെ അവരുടെ കറവ പശുക്കളാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അതിന്റെ തെറ്റു സമ്മതിക്കലാണ് ഇന്ന് പാർട്ടി സംസ്ഥാന സമ്മേളനത്തില് പാർട്ടി സെക്രട്ടറി തന്നെ നടത്തിയിരിക്കുന്നത്. പാർട്ടി കേഡർമാര് സാധാരണ ജനങ്ങളോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നു എന്ന പരാതിയും പാർട്ടി സെക്രട്ടറിക്കുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? പാർട്ടി അംഗങ്ങൾ മാത്രമല്ല, പാർട്ടിയിലേക്ക് പുതുതായിട്ട് വരുന്ന SFI, DYFI പോലെയുള്ള സംഘടനകളിൽപ്പെട്ട ആളുകൾ, അവരൊക്കെ ഇന്ന് എങ്ങനെയാണ് പൊതുസമൂഹത്തില് പ്രവർത്തിക്കുന്നത്? അവരുടെ പ്രതിച്ഛായ എന്താണ്? ആലോചിക്കേണ്ട കാര്യമല്ലേ? SFI എന്ന് പറയുന്ന സംഘടനയുടെ കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവരുടെയും മുമ്പിലുണ്ട്. ആ സംഘടനയ്ക്ക് ലോകത്തിലെ ഏറ്റവും നിഷ്കളങ്കന്മാരുടെ സംഘടന എന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തത് ആരാ? നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ, പിണറായി വിജയനല്ലേ. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ഒരു ചെറുപ്പക്കാരൻ സിദ്ധാർത്ഥ് റാഗിങ്ങിനിരയായി മരിച്ചു. അതിൽ പ്രതികളെ സംരക്ഷിക്കാൻ കൂട്ടുന്ന ആരാ? ഈ പ്രതികളെ സംരക്ഷിക്കാൻ കരുനീക്കം നടത്തിയ അധ്യാപകരെ ആരാണ് രക്ഷിച്ചത്? ഈ നവകേരള യാത്ര, അതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ DYFIക്കാരും SFIക്കാരും തല്ലിച്ചതച്ചപ്പോഴ് ഇത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞതാരാണ്? അവരെ ന്യായീകരിച്ചതാരാണ്? എന്നിട്ടിപ്പോ പാർട്ടി കേഡർമാര് ധിക്കാരപൂർവ്വം സാധാരണക്കാരോട് പ്രവർത്തിക്കുന്നു എന്ന് വിലപിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? കേരളത്തിന്റെ വികസനത്തില് നേതൃപരമായ പങ്ക് വഹിക്കുന്ന മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും മാധ്യമങ്ങള് കുറ്റവിചാരണ നടത്തുന്നു, കള്ളപ്രചാരണം നടത്തുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ അവതരിപ്പിച്ച ഈ നവകേരള റിപ്പോർട്ടിലുണ്ട്. നവകേരളത്തിന്റെ പുതുവഴികൾ സ്വന്തം കുടുംബത്തെ ഉൾപ്പെടെ അവർക്കെതിരെ ഉൾപ്പെടെ കള്ളപ്രചാരണം നടത്തുന്നു, പറയുന്നത് മുഖ്യമന്ത്രി തന്നെയാ. ആ റിപ്പോർട്ടില് കൊടുക്കാത്ത സേവനത്തിന് 1.72 കോടി രൂപ എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനം വാങ്ങിയതിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പാർട്ടി അണികളിൽ ഉണ്ടായ ജീർണതയെ പറ്റി പറയുന്നതിന്റെ വിശദാംശങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അധികാരം ഉപയോഗിക്കുന്നു. പാർട്ടിക്കുള്ള അധികാരം, ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിലുള്ള അധികാരം പ്രവർത്തകര് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ദുരുപയോഗിക്കുമ്പോഴാണ് അണികൾ തന്നെ ഇത്തരത്തില് ചീത്തയായി പോകുന്നത് അല്ലെങ്കിൽ വഴിതെറ്റി പോകുന്നത്. 2ാം തവണ ഭരണ തുടർച്ച കിട്ടിയപ്പോഴേക്ക് പാർട്ടി പ്രവർത്തകന്മാർക്കുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ്
റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് രണ്ടാം തവണ അധികാരത്തിലെത്തിയപ്പോൾ ആ വോട്ട് ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവന്ന ജനങ്ങളുടെ മേൽ കൂടുതൽ അധിക ഭാരം, സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കാൻ ഗവൺമെന്റ് ആലോചിക്കുന്നു. അതിന് അവർക്ക് ധൈര്യം കിട്ടിയത് ഈ അഹങ്കാരത്തിൽ നിന്നാണ്, ഈ ഭരണ തുടർച്ച ലഭിച്ചു എന്ന അഹങ്കാരത്തിൽ നിന്നാണ്. ഇപ്പൊ വീണ്ടും മൂന്നാം തവണയും അധികാരത്തിൽ വരും എന്നാണ് പിണറായി വിജയനും MB ഗോവിന്ദൻ മാഷുമൊക്കെ പറയുന്നത്. MA ബേബിയെ പോലെയുള്ള ചില ആളുകൾ അതിനെതിരഭിപ്രായം പറയുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം അങ്ങനെ ചിന്തിക്കുന്നവരാ. ഒരു തവണ ഭരണ തുടർച്ച കിട്ടിയപ്പോൾ സർക്കാരിനുണ്ടായ മാറ്റം ഇതാണെങ്കിൽ, അണികളെ ഈ തരത്തിൽ ജീർണിച്ചു പോയെങ്കിൽ, അഴിമതിക്കാരും കള്ളപ്പണക്കാരുമായി മാറിയിട്ടുണ്ടെങ്കിൽ, ഒരു തവണ കൂടി LDF-ന് അല്ലെങ്കിൽ CPM-ന്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് അധികാരം കിട്ടിയാൽ ഈ രാജ്യത്ത് എന്തായിരിക്കും സംഭവിക്കുക?